ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നൊരു ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് ഇവിടെ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. 2 വലിയ ക്യാരറ്റാണ് വേണ്ടത്. അത് ഒരു ഗ്രേപ്പറിൽ വെച്ച് ഗ്രേപ്പ് ചെയ്തെടുക്കാം. 1.5 കപ്പ് ക്യാരറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് 1.5 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അതിൽ 1/2 കപ്പ് പഞ്ചസാര ഉപയോഗിച്ച് നമുക്ക് കാരമൽ ചെയ്യാം. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കാരമൽ ചെയ്തെടുക്കാം. കരിഞ്ഞു പോകരുത്, കരിഞ്ഞു പോയാൽ കയ്പ്പ് രസം ഉണ്ടാകും. ഇത് നന്നായി ഒന്ന് കാരമൽ ചെയ്തിട്ട് നമ്മൾ ഒരുപാട് കരിക്കാനായി നിൽക്കണ്ട. ഒരുവിധം ഒന്ന് കാരമലായി വരുമ്പോൾ, ചുമന്ന് വരുമ്പോൾ അതിലേക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല കളർ കിട്ടും. ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർക്കാം. 1/4 കപ്പ് വെള്ളം ആണ് ഞാനിവിടെ ചേർക്കുന്നത്. ഒരു നുള്ളു ബേക്കിംഗ് സോഡ കൂടി ചേർത്തു. അപ്പോൾ നല്ല റെഡിഷ് കളർ വന്നിട്ടുണ്ട്. ഇത് കേക്കിന് നല്ല ഒരു കളർ തരുന്നതാണ്. ഇതിലേക്ക് നമുക്ക് ഗ്രേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന 1.5 കപ്പ് ക്യാരറ്റ് ചേർക്കാം. ക്യാരറ്റ് കൂടി ചേർന്ന് കാരമലാക്കി എടുക്കാവുന്നതാണ്. ഒരുപാട് അങ്ങ് ഡ്രൈ ആയി പോകണ്ട. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരിയാണ് ഞാൻ ചേർക്കുന്നത്. കറുപ്പോ മഞ്ഞ മുന്തിരിയോ ഏത് വേണമെങ്കിലും ചേർക്കാം. ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 1 കപ്പ് പഞ്ചസാര, 250 ml 1 കപ്പ് പഞ്ചസാരയിലേക്ക് 6 ഗ്രാമ്പൂവും കൂടി ചേർത്ത് നമുക്ക് മിക്സിയിൽ നന്നായി ഒന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് വേറൊരു മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് 2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം. നമുക്ക് നല്ല എളുപ്പമാണ് ഈ കേക്ക് ഉണ്ടാക്കാൻ. നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര കൂടി ചേർത്ത് ഒന്ന് അടിച്ചെടുക്കാം. നന്നായിട്ടൊന്നുകൂടി അടിച്ചെടുക്കാം. നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി 1.5 കപ്പ് മൈദ ഒരു അരിപ്പയിലേക്കിട്ട് അതിൽ നിന്നും 2 ടേബിൾ സ്പൂൺ മൈദ എടുത്ത് മാറ്റിയതിന് ശേഷം 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി അതിലേക്ക് ചേർക്കാം. 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം. ഇത് നന്നായി ഒരു 3 പ്രാവശ്യം അരിച്ചെടുക്കാം. നമ്മൾ കാരമൽ ചെയ്ത് വച്ചിരിക്കുന്ന ക്യാരറ്റ് ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് അടിച്ചു വച്ചിരിക്കുന്ന മുട്ടയിലേക്ക് നമ്മൾ 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് ഈ ബൗളിലേക്ക് ചേർക്കാം.
ചേർത്തൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന മൈദ കുറേശ്ശെ ഇട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് എടുക്കാം. ഒരു പിടി കാഷ്യൂനട്ട് ഒന്ന് ക്രഷ് ചെയ്ത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഒന്നുകൂടി ഫോൾഡ് ചെയ്ത് എടുക്കാം. ഒരു കേക്ക് ടിന്നെടുത്ത് അതിൽ എണ്ണ തടവി കൊടുത്തതിന് ശേഷം ഒരു ബട്ടർ പേപ്പർ അതിലേക്ക് വെക്കാവുന്നതാണ്. അതില്ലെന്നുണ്ടെങ്കിൽ അതിലേക്ക് ആ എണ്ണ തടവിയ കേക്ക് ടിന്നിലേക്ക് കുറച്ച് മൈദ തൂവിയിട്ട് ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതിയാവും. അതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇനി ഒന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ പോകുന്നതിന് വേണ്ടി ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. അതിലേക്ക് നമ്മൾ ഗ്രേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ക്യാരറ്റ് തൂവി കൊടുക്കാം. ഇനി കുറച്ച് കാഷ്യൂനട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം. നല്ല ഭംഗിയായിട്ടുണ്ട്, ഇപ്പോൾ തന്നെ കാണാം. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് 5 മിനിറ്റ് ഒന്ന് ഫ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. അതിലേക്കൊരു വളയം കൂടി വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഒന്ന് ഫ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. നല്ല രുചിയുള്ള ഒരു കേക്കാണ് ക്യാരറ്റ് കേക്ക്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് ഈ ബാറ്റർ ഈ പാനിൻ്റെ അകത്തേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. കൈയൊന്നും വെന്ത് പോകരുത്, നല്ല ചൂടാണ്, ശ്രദ്ധിച്ച് ചെയ്യണം. ഇനി ഒരു മൂടി വെച്ച് ഒരു 35 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. 35 മിനിറ്റ് ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് നമുക്കൊരു ടൂപ്പിക്ക് വെച്ച് ഒന്ന് കുത്തി നോക്കാം. വെന്തില്ലെങ്കിൽ വീണ്ടും നോക്കിയിട്ട് മൂടി വെച്ച് വേവിക്കാവുന്നതാണ്. ഇവിടെ കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായ നല്ല നിറമുണ്ട്, നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള മോയ്സ്ചറായിട്ടുള്ള ഒരു കേക്കാണ്. എല്ലാവരും ചെയ്ത് നോക്കണം. ഇത് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല സ്പോഞ്ചി മോയ്സ്ചറുമായിട്ടുള്ള ഒരു ക്യാരറ്റ് കേക്കാണ്. നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട്. നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഒന്ന് കഴിച്ച് നോക്കിയതാണ് ഞാൻ. എല്ലാവരും ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക.